പുറത്തെന്താ സംഭവിച്ചെന്നോ എങ്ങനെയാണെന്നോ ഇങ്ങോട്ട് വരുവാൻ പറ്റുന്നില്ല, വേറെ വഴിയൊന്നുമില്ല. ഞാൻ കുറച്ച് ആൾക്കാർ മാത്രം ഇവിടെ ഇങ്ങനെ ഒറ്റപ്പെട്ടു നിന്ന് പോയി. കുറച്ച് സ്ഥലവും സൗകര്യമുള്ളൊരു സ്ഥലമാണ് ഇത്. ഈ മലയങ്ങാടിൻ്റെ ഒരു ഹൃദയഭാഗമായത്. ആ സ്ഥലത്താണ് ഈ ഉരുളുപൊട്ടൽ. വയനാട് മുണ്ടക്കൈയിലും കോഴിക്കോട് വിലങ്ങാടും ഉരുൾപൊട്ടിയ അതേ ദിവസമാണ് വിലങ്ങാടിനടുത്തുള്ള മലയങ്ങാടും ഉരുൾപൊട്ടുന്നത്. പ്രധാന വാർത്താ കേന്ദ്രമാകുന്ന ദുരന്തങ്ങളുടെ നഷ്ടക്കണക്കെടുപ്പിൽ പലപ്പോഴും ഇടം പിടിക്കാറില്ല താരതമ്യേന ഇത്തരം ചെറിയ ദുരന്തങ്ങൾ. ഉരുൾപൊട്ടൽ രാത്രിയെ അതിജീവിച്ചെങ്കിലും ഉരുളെടുത്ത വീടും സാധനങ്ങളുമെല്ലാം നഷ്ടപ്പെട്ട തീർത്തും സാധാരണക്കാരായ ഈ തൊഴിലാളി കുടുംബങ്ങൾ ഇനി എന്തു ചെയ്യണമെന്നറിയാതെ തരിച്ചു നിൽക്കുകയാണ്. ഉരുളെടുത്ത പ്രദേശത്ത് വീടുകളോ കെട്ടിടങ്ങളോ നിർമ്മിക്കാൻ യോഗ്യമല്ലെന്ന് കണ്ടെത്തിയതോടെ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് വാടക വീട്ടിലേക്കും അവിടുന്ന് സർക്കാർ കഴിഞ്ഞാൽ മാത്രം 5.5 സെന്റിലേക്കും ഈ തൊഴിലാളി കുടുംബങ്ങൾ തളച്ചിടപ്പെടും. അങ്ങനെ ഒറ്റ രാത്രിയിൽ ജീവിതം തകിടമറിഞ്ഞ ഒത്തിരി പേരുണ്ട് മലയങ്ങാട്. ബാലകൃഷ്ണൻ എന്ന അച്ഛനും സ്നേഹ എന്ന മകളും അവരുടെ പ്രതിനിധികളാണ്. ഒരുപാട് ഉരുളുക ഒപ്പരം വന്ന് ഇപ്പാടെ മരങ്ങളും പറമ്പത്തെല്ലാം ഫുള്ള് മരങ്ങളും കല്ലുകളും എല്ലാം പൊതുവിലെ സ്ഥലം തന്നെ മാറിപ്പോയി. മലയങ്ങാട് ഇനി ഒരാൾ ഇങ്ങോട്ട് താമസിക്കാൻ വരുമെന്ന് തോന്നുന്നില്ല. അവിടെ രാത്രിയെല്ലാം പോയാൽ ഒരു ഭയങ്കര ഒരു ഭീകര അവസ്ഥയാണ്. ഇവിടെ ഞങ്ങളൊരു 20 കൊല്ലമായി, ഒരു 20 കൊല്ലമെങ്കിലായി താമസത്തിൽ. ഈ കാലത്തിൻ്റെ ഇടയിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു വെള്ളം വരുന്നത്. പണ്ട് കാലത്ത് ഇവിടെ ഒന്നും ആളില്ലേനും, കുന്നുമ്പിലേനും കുറച്ചുകൂടി ഉയരം കൂടിയ സ്ഥലത്തേനും. അപ്പം ഇവിടെ സൗകര്യത്തിന് ഇങ്ങോട്ട് വന്ന് ഇവിടെ ഇപ്പോൾ ഉരുളായിട്ട് ഇവിടെ ഇനി ഒരു മനുഷ്യനും നിൽക്കൂല. ഉരുളുപൊട്ടുന്ന അന്ന് രാത്രി ഇവിടെ പോയ പാല ഇതിൻ്റെ ഇപ്പുറത്ത് ഞാള് കുടുങ്ങി. ഈ വീട്ടുകാർ ഫുള്ള് കുടുങ്ങി. പുറത്തുള്ള ഒരു വിവരം അറിയുന്നില്ല. പിന്നെ നേരം വെളുത്ത് കഴിഞ്ഞിട്ടും ഒന്നും മനസ്സിലാകുന്നില്ല എന്താ സംഭവിച്ചതെന്ന്, എങ്ങനെ വിലങ്ങാട് എന്താ സംഭവിച്ചതെന്നൊന്നും തിരിയും. പിന്നെ കുറേ ആളുകൾ ഈ റോഡും കൂടി ഇക്കരെ വന്ന്, അപ്പം ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് നോക്കി. അന്നേരം ഇവർ ആംഗ്യ ഭാഷയെ കാണിച്ചു തന്ന്. അങ്ങനെല്ലാം ഭയങ്കര ഉരുള് പൊട്ടിക്ക് ആടെല്ലാം ഫുള്ള് വെള്ള, പേടിക്കണ്ട, ഇവിടെ നിന്നോ ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചു തന്നെ. എന്നിട്ട് ഞാൻ ഇവിടെ തന്നെ നിന്ന് കുറേ സമയം കഴിഞ്ഞ് വെള്ളമെല്ലാം കുറഞ്ഞ് ഇവിടെയുള്ള ആളുകളെല്ലാം കൂടി ഇവിടെ ഒരു പാലം ഇട്ട്, തൽക്കാല പാലം ഇതല്ലാണ്ട് 2 കഴിഞ്ഞിട്ടിട്ട് ഒരു ചെറിയ പാലുണ്ടാക്കി കയറിട്ടിട്ട് അപ്പുറത്ത് കിടന്നു. വീട് വെച്ചിട്ട് കുറേ എന്ന് പറഞ്ഞാൽ ഇവിടെ മൊത്തത്തിൽ എന്ന് പറഞ്ഞാൽ എങ്ങനെ താമസിക്കാൻ പറ്റിയൊരു സ്ഥലമൊന്നുമല്ല. പിന്നെന്ന് പറഞ്ഞാൽ ഞാളെല്ലാം നിവൃത്തികേട് കൊണ്ട് ഇന്നാണെങ്കിൽ ഈ പുഴയും റോഡും എല്ലാം ഒരുപാട് വീതിയും സ്ഥലമെല്ലാം വേണ്ടേ വീട് വെക്കുവാൻ. ഞങ്ങൾ അന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇവിടെ വന്ന് പെട്ട് മാറ്റി താമസിക്കുന്ന ലിസ്റ്റിൽ കുറേ വന്നതാണ്. ഞങ്ങളിങ്ങനെ മാറി താമസിക്കണമെന്നെല്ലാം പറഞ്ഞ്
ഇപ്പോൾ എന്താ പറയുന്നത്, ഒരു പോർഷൻ പോയവരെ ആരും ശ്രദ്ധിക്കാണ്ട് പോകുന്നൊരു കാര്യമുള്ളത്. ബാക്കി എല്ലാം നഷ്ടപ്പെട്ടവരെ. പക്ഷെ നാളെ മറ്റന്നാൾ ഞങ്ങളുടെ എല്ലാം നഷ്ടപ്പെടും. ഇപ്പം എന്തെങ്കിലും കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. ഞങ്ങളുടെ അവിടെ താമസിക്കുന്നവരെല്ലാവരും ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് തന്നെ ജീവിക്കുന്നവരാ. എല്ലാവരും ഗവൺമെൻറ് എംപ്ലോയീസോ അല്ലെങ്കിൽ റിട്ടയർഡ് ഇതോ അങ്ങനത്തെ ആരുമല്ല. സാധാരണക്കാരെ പോലെ ജീവിക്കുന്ന ആൾക്കാർ തന്നെയാണ്. ഇപ്പം ആ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ഞങ്ങൾക്ക് പേടിയാവാൻ ചെയ്യുന്നത്. അച്ഛനൊരാളല്ലേ ഉള്ളൂ. അപ്പം അച്ഛൻ ചിന്തിക്കുന്നുണ്ടാവൂലേ എന്താക്കും, ഇവരെ കൊണ്ട് എവിടെ പോവും. അതുപോലെ തന്നെ ഓരോ വീട്ടിലും ഒറ്റൊരാളെ പണിക്ക് പോകുന്നുള്ളൂ, ബാക്കിയുള്ളൊരു തൊഴിലുറപ്പിന് പോകുന്നത് അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കുന്ന. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇവിടെയുള്ള ആൾക്കാർക്കൊന്നും വേറെ സ്ഥലമോ വീടോ ഒന്നും ഉള്ള ആളല്ല. അപ്പോൾ ഈ ക്യാമ്പ് പോയി കിടന്നിട്ട് ഇനി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു സഹായം എല്ലാം കിട്ടിയിട്ടില്ലെങ്കിൽ മുന്നോട്ടുള്ള കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ്. പഠിക്കുന്ന കുട്ടികളുണ്ട് ഇവിടെ, കുറേ എനിക്ക് 2 കുട്ടികളുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് കുട്ടികൾ വേറെ ഉണ്ട്. പിന്നെ എല്ലാവരും തന്നെ കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന ആളുകളാണ്. കാര്യമായ വരുമാനങ്ങളൊന്നും ഉള്ള ആളല്ല. ഇതൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ആകെ തകിടം മറിച്ച് ജീവിതം തന്നെ വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥ. എൻ്റെ അച്ഛനൊക്കെ എന്ന് വെച്ചാൽ റബ്ബർ വെട്ടിയും പാലെടുത്തും അങ്ങനെയൊക്കെ ജീവിക്കുന്ന ആൾക്കാരാണ്. ആ റബ്ബർ തോട്ടത്തിൽ പോകാൻ പറ്റണ്ടേ? അപ്പം ഞങ്ങൾ ഇനി എന്ത് ചെയ്യും ജീവിക്കാൻ? ഇപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു വഴി ആക്കി തരണ്ടേ? ഇവിടെ ജീവിക്കുന്ന ആളുകളെല്ലാം പശുവിനെ നോക്കിയും ആട്ടിനെ നോക്കിയും അങ്ങനെ ഇങ്ങനെയെല്ലാം, പിന്നെ സ്വന്തം സ്ഥലമൊന്നും ഇല്ലാത്തത് അങ്ങനെയെല്ലാം ജീവിക്കുന്ന ആളുകളാണ് ഈ കൂടുതൽ. അങ്ങനെയുള്ള ആളുകൾക്ക് വേറൊരു സ്ഥലത്ത് പോയിട്ട് ഒരു 5 സെൻറ്റ് വീട് വാങ്ങി ഒരു ഫ്ലാറ്റിൽ ജീവിക്കുന്ന പോലെ ജീവിച്ചാൽ എന്താകില്ല, ആ പഴയ ഇതൊന്നും കിട്ടില്ല. അതിൻ്റേതായ ബുദ്ധിമുട്ടെല്ലാം ഉണ്ടാകും. അപ്പോൾ ആ ഒരു ജീവിത മാർഗവും കൂടി ഇല്ലാണ്ടായിപ്പോയി. ഇവിടെ നിൽക്കുവാൻ പറ്റില്ല, പുറത്ത് പോകണം. പുറത്ത് പോകണമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു വഴി സർക്കാർ ഉണ്ടാക്കി തരുന്ന ആ ചെറിയ വീട്ടിൽ ചെറിയ ആ ഒരു ഏരിയയിൽ ഒതുങ്ങി അതുകൊണ്ട് ഒതുങ്ങിപ്പോകുന്നത്. മുന്നോട്ടുള്ള കാര്യങ്ങളെല്ലാം മൊത്തത്തിൽ ഒരു ബുദ്ധിമുട്ടായിട്ട് തന്നെ വരും. അതെന്ന് വെച്ചാൽ ഈ കൂലിപ്പണി എടുത്തിട്ടൊന്നും ഒരു മെച്ചം വെക്കുന്നതിലും കൂടുതൽ ഞാനല്ലോ ഈ പശുവിനെ നോക്കിയിട്ടും ആടിനെ നോക്കിയിട്ടും അങ്ങനെയെല്ലാം ഒരു പൈസ ബാക്കി വരിക. ഈ കൂലിപ്പണി എടുക്കുന്ന പൈസ എന്ന് പറഞ്ഞാൽ അന്നന്നത്തെ ചിലവിനും കുറച്ച് കാര്യങ്ങൾക്കും അതിനെല്ലാം ഉണ്ടാകും. പിന്നെ ഒരു ചെറിയ എന്തെങ്കിലുമല്ലോ ഒരു സൈക്കിൾ വാങ്ങുന്ന, എന്തെങ്കിലും ഒരു ലോൺ എടുക്കുന്ന, അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കുന്നതെല്ലാം ഇങ്ങനെയുള്ള കാര്യത്തിലാണ്. ഈ ആടിനെ വിറ്റും ആടിനെ നോക്കിയും പശുവിനെ നോക്കി അതിൻ്റെ പാല് വിറ്റും അങ്ങനെയല്ല. അപ്പം അതെല്ലാം എല്ലാ സംഗതികളും മുട്ടി ജീവിതം തന്നെ ഇങ്ങനെ ബേക്കോട്ട് പോയി. മുമ്പോട്ട് പോയ അത്രയും ബേക്കോട്ടേക്ക് വന്നു. ഇനിയിപ്പോൾ എല്ലാം ഒന്നും തുടങ്ങണം. ഒന്നും തുടങ്ങി എത്ര മുമ്പോട്ട് പോകുമെന്നൊന്നും ഇവിടെയുള്ള ആർക്കും അറിയില്ല. എവിടെ എത്തും അങ്ങനെ ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ട രീതിയിലാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ ഇവിടെയുള്ള ആളുകളെല്ലാം മുന്നോട്ടുള്ള ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ട രീതിയിലാണ്.